കൂട്ടുകാരി ഷൈനിയുടെ വിവാഹം ഉറപ്പിച്ചതറിഞ്ഞ ആൻസി അങ്ങോട്ട് വിളിച്ചതായിരുന്നു. എടി, നിന്റെ വിവാഹം ഉറപ്പിച്ചോ? ആടി, ന്യൂ ഇയർ കഴിഞ്ഞ ഉടനെ ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ ജനുവരി 10-നാണ്. എൻ്റെ അമ്മച്ചിയെ, അപ്പം നിന്റെ ബിച്ചുവോ? നിങ്ങൾ തമ്മിൽ പ്രേമമല്ലായിരുന്നോ? ആടി, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ബിച്ചുവും ഞാനും കൊടുമ്പരി കൊണ്ട പ്രേമം തന്നെയാണ്. അതിനിടയിൽ വീട്ടുകാർ ഈ കല്യാണം ഉറപ്പിച്ചു വന്നത്. ഷൈനി, നിനക്ക് ബിച്ചുവിൻ്റെ കാര്യം പറയാൻ പാടില്ലേ? അതൊക്കെ വീട്ടുകാർക്ക് അറിയാം. പക്ഷെ അന്യമതസ്ഥൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഡാഡിയും മമ്മിയും കട്ടക്കലിപ്പിലാണ്. അതേ ചൊല്ലി എന്ന് വഴക്കാണ്. അതിനിടയിലാണ് ഡാഡി ഒരു വിവാഹാലോചനയും കൊണ്ടുവന്ന് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പം നിനക്ക് ബിച്ചുവിൻ്റെ കൂടെ ഒളിച്ചോടിക്കൂടെ? നിങ്ങൾ വലിയ പ്രേമമല്ലേ? അത് സാക്ഷാത്കരിച്ച ഒരു നിർവൃതിയെങ്കിലും ഉണ്ടാവുമല്ലോ. പിന്നെന്താ വീട്ടുകാർ ആലോചിക്കുന്ന കല്യാണത്തിന് സമ്മതിച്ചു കൊടുക്കുന്നേ? എടി ആൻസി, ബിച്ചുവിനാണെങ്കിൽ ഒരു ജോലിയില്ല, തേരാപ്പാറ ചുമ്മാ നടക്കുക. അതുകൊണ്ട് അവനെ തേച്ചിട്ട് പോകാമെന്നാണോ? ഒരിക്കലും അല്ല. ഈ ഷൈനി അവൻ്റെ കൂടെ തന്നെ ജീവിക്കും. അപ്പം ഈ വിവാഹം, അതൊക്കെ ഈ അച്ചായത്തിയുടെ ഒരു തമാശയല്ലേ? വീട്ടുകാരെ വിവാഹം വരെ കാര്യം കൊണ്ടെത്തിക്കും. അതുവഴി കിട്ടുന്ന പണവും പണ്ടവുമായി മുങ്ങി ബിച്ചുവിൻ്റെ കൂടെ ജീവിക്കുക. അമ്പടി കേമി, കൊള്ളാം നിന്റെ ഐഡിയ. സൂത്രക്കാരൻ അച്ഛൻ്റെ സൂത്രക്കാരി മകള് തന്നെ. പക്ഷെ ഷൈനിയുടെ വീട്ടുകാർ വിവാഹത്തിനുള്ള സ്വർണമൊക്കെ എടുത്ത് വിവാഹ തലേന്ന് മാത്രമേ വീട്ടിൽ കൊണ്ടുവരികയുള്ളൂ എന്ന് പറഞ്ഞു. അവളുടെ ഡാഡിയുടെ ബാങ്ക് ലോക്കറിലിട്ട് പൂട്ടി. വിവാഹത്തിലുള്ള ദിവസങ്ങൾ അടുത്തു വന്നു. ഷൈനിയുടെ പ്ലാനിങ് പൊളിഞ്ഞോ? വിവാഹ ഡേറ്റിന് തലേനാളായിട്ടും ഷൈനി ഒളിച്ചോടിയ വാർത്ത കേൾക്കാത്തതുകൊണ്ട് ആൻസി വീണ്ടും ഷൈനിയെ വിളിച്ചു. ബിച്ചുവിൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ? സ്വർണവും പണവും ഒക്കെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഡാഡിയുടെ ബാങ്ക് ലോക്കറിലാ. എടി, ഇനി എന്ത് ചെയ്യും? ആൻസി ആശങ്കയോട് ചോദിച്ചു. അത് കുഴപ്പമില്ല ആൻസി, നീ വിചാരിക്കുന്നത് പോലെ വിവാഹ തലേന്നോ മറ്റന്നാളോ ഒന്നും നിങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവാഹത്തിൻ്റെ എല്ലാ എക്സൈറ്റും ഉൾക്കൊണ്ട വിവാഹം എന്ന മഹനീയമായ ചടങ്ങിൽ പങ്കാളിയായതിൽ ഓരോ നിമിഷവും ആസ്വദിക്കണമെന്ന് എനിക്കുണ്ട്. കാരണം ഒരേ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഒളിച്ചോടിയാൽ ഈ ഒരു ചടങ്ങ് നമുക്ക് ലഭിക്കില്ല. ഇതിൻ്റെ നിർവൃതി എനിക്ക് അനുഭവിക്കണം. അതുപോലെ തന്നെ വീട്ടുകാരുടെ ഒരേ ഒരു മകളായ തൻ്റെ വിവാഹ ചടങ്ങുകളിൽ അവരുടെ സന്തോഷവും സാന്നിധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് അവരുടെ ആഗ്രഹവും സാധിപ്പിക്കും. ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ വരൻ്റെ കൂടെ പോകേണ്ടി വരില്ലേ? പോകും. ഒരാഴ്ചയോളം അവിടെ താമസിക്കും. എടി, നിനക്കതാ വട്ടായോ? ബിച്ചു ഇതിനൊക്കെ സമ്മതിക്കുമോ? എപ്പോഴേ സമ്മതിച്ചു. കാരണം ആ സമയം അവൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഡിഗ്രി കോഴ്സിൻ്റെ എക്സാം നടക്കുകയാണ്. എക്സാം പൂർത്തിയാകുന്നത് വരെ പിടിച്ചു നിന്നേ പറ്റൂ. അത് കാരണം ആ ഒരാഴ്ച ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയും. അപ്പോഴേക്കും ബിച്ചുവിൻ്റെ എക്സാം കഴിയും. പിന്നെ ഞങ്ങൾ പറക്കും. അപ്പം ഇത്രയും ആകാംക്ഷയുടെ വിവാഹം കഴിച്ച അയാൾ നിന്നെ ആ ഒരാഴ്ച വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? അതിനല്ലേ സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന മഹത്തായ ഒരു സംഭവം. എന്ത്? പീരീഡ്സ് ആണെന്ന് പറയും. ഓ, സംശയം തോന്നിയാലോ? എങ്ങനെ സംശയിക്കാനാ? കല്യാണം കഴിഞ്ഞ് കയറി വന്ന പെണ്ണ ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുകയുള്ളൂ ഏതൊരാളും. ഇതൊക്കെ കേട്ടപ്പോൾ ആൻസിക്ക് കിളി പോയി. സംഭവം ഷൈനി ഉദ്ദേശിച്ച പോലെ തന്നെ നടത്തി. വിവാഹം ഗംഭീരമായും ആഡംബരമായി നടന്നു. ജീവിതത്തിൽ വിവാഹം എന്ന സീക്വൻസിന്റെ എല്ലാ ആസ്വാദനവും അനുഭവിക്കുകയും അതിനുള്ള അവസരം കൊടുക്കുകയും ചെയ്തു. അവൾ നേരെ വരന്റെ വീട്ടിലേക്ക് പോയി. എടി ഷൈനി, അവിടെ എത്തിയിട്ട് നീ വിചാരിച്ചതുപോലെ എല്ലാം നീ ഉദ്ദേശിച്ച പോലെയായി നടക്കുമെന്ന് ഉറപ്പല്ലേ? ആടി ആൻസി, നീ പേടിക്കേണ്ട. അതൊക്കെ അച്ചായത്തി ഏറ്റു. ഒരാഴ്ച അവിടെ വരന്റെ വീട്ടിൽ പിടിച്ചിരുന്നു. ബിജുവിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ സ്വർണവും പണവും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത പോലെ അവന്റെ കൂടെ ഒളിച്ചോടി. ഒരാഴ്ച പൊട്ടനായ ഭർത്താവിനെ പീരീഡ്സ് ആണെന്നും പറഞ്ഞ് പറ്റിച്ച് കൂടെ ജീവിച്ചു. സന്ദർഭം കിട്ടിയപ്പോൾ ഷൈനി സ്വർണവും പണവുമായി കടന്നു കളഞ്ഞു എന്ന വാർത്ത നാട്ടിൽ പാട്ടായി. മാസം 1-2 കഴിഞ്ഞപ്പോൾ ഇതേ ആൻസിക്ക് കല്യാണമായി. കല്യാണം കഴിച്ചത് നാട്ടിലെ ചെറുപ്പക്കാരുടെ കണ്ണിലുണ്ണിയായ മഹിയേട്ടനാണ്. വിവാഹത്തിന്റെ രാത്രി മഹിക്ക് പല കൂട്ടുകാരിൽ നിന്ന് ഫോൺ കോൾ വന്നു. മഹിയേട്ട എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, പക്ഷെ സൂക്ഷിക്കണം. ഷൈനിയുടെ കൂട്ടുകാരിയാണ്. പൊന്നും പണവും വേറൊരു ചാവിട്ട് പൂട്ടിക്കും. പിന്നെ രാത്രിയിൽ അതുപോലെ ഒരാഴ്ചത്തേക്കുള്ള ചുവപ്പ് കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ആ ഒരാഴ്ച കഴിഞ്ഞാൽ ആൻസി അവളുടെ കാമുവിൻ്റെ കൂടെ പോയിട്ടുണ്ടാവും. അതുകൊണ്ടൊന്ന് കരുതിയിരുന്നു. എടാ, അതൊക്കെ ഈ മഹിയുടെ അടുത്ത് ചിലവാകില്ല. അപ്പോൾ അവളിപ്പോൾ കിച്ചണിലുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യ രാത്രി ആഘോഷിക്കാൻ പോവുകയാണ്. ഇനി ഫോൺ സ്വിച്ച് ഓഫ് ആണ് മക്കളെ. അതും പറഞ്ഞ് മഹി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇരുവരും മുകളിലുള്ള ബെഡ്റൂമിലേക്ക് എത്തി. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഫ്രഷ് റൂമിൽ കയറി അവൾ ഞെട്ടിപ്പോയി. ഫ്രഷ് റൂമിൽ നിന്ന് ചാടി ഇറങ്ങി ആൻസി അലമാര തുറന്ന് മഹി കാണാതെ മറിച്ചുകൊണ്ട് എന്തൊക്കെ എടുത്ത് വീണ്ടും അതിനകത്തേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൻസി ഫ്രഷ് റൂമിൽ നിന്നും ഇറങ്ങി ഉടനെ മഹിയും പോയി ഫ്രഷായി വന്നു. ഇരുവരും ബെഡിൽ ചേർന്നിരുന്ന് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞു. ഇരുവരും പരസ്പരം മനസ്സ് തുറന്ന് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാത്രി ഏറെ വൈകി, ഇനി കിടക്കാം മഹി പറഞ്ഞു. മഹി കോട്ട് സൈഡിലുള്ള ബെഡ്റൂം ലൈറ്റ് ഓഫ് ചെയ്യാൻ തുടങ്ങി. അയ്യോ, ലൈറ്റ് ഓഫ് ചെയ്യല്ലേ? ആൻസി ബെഡിൽ നിന്ന് തലയണയും ബ്ലാങ്കറ്റും എടുത്ത് തറയിൽ വിരിക്കാൻ തുടങ്ങി. അവന് കാര്യം മനസ്സിലായില്ല. അപ്പോഴേക്കും ആൻസി തറയിൽ വിരിച്ചു കഴിഞ്ഞു. അതെന്താ അവിടെ? അത് എനിക്ക് പീരീഡ്സ് ആണ്. മഹി അത് കേട്ട് ഞെട്ടി. ഈശ്വര, കൂട്ടുകാർ പറഞ്ഞ പോലെ ഷൈനിയെ പോലെ ഇവളും പോകും. ഇനി ഷൈനി ഭർത്താവിനെ പൊട്ടനാക്കിയ പോലെ ആൻസിയും തന്നെ പൊട്ടനാക്കുകയാണെന്ന് ഒരു നിമിഷം മഹിക്ക് തോന്നിപ്പോയി. ഇത് അനുവദിച്ചുകൂടാ. മഹി ചാടി എഴുന്നേറ്റ് വെറും നിലത്ത് കിടക്കാറുന്ന ആൻസിയെ പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തി. ഇവിടെ കിടന്നോ, കുഴപ്പമില്ല. എന്നിട്ട് മഹിയും ആൻസിയോട് ചേർന്ന് കിടന്നു. ഒരു പുഷ്പം പോലെ മഹിയേട്ടൻ തന്നെ എടുത്ത് പൊക്കി ബെഡിൽ കൊണ്ടുപോയി കിടത്തിയപ്പോൾ ആൻസി ശരിക്കും അന്തം വിട്ടുപോയി. ഇതിനൊക്കെ മാറിക്കിടക്കേണ്ട ആവശ്യമില്ല. സംഭവം സത്യം തന്നെയല്ലേ? അതെന്താ മഹിയേട്ടൻ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, സത്യമായിട്ടും എനിക്ക് പീരീഡാണ്.
വേണമെങ്കിൽ തൊട്ട് നോക്ക്. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അതിൻ്റെ ആവശ്യം എന്താ? നിലത്ത് കിടക്കണ്ടെന്ന് കരുതിയാ ഞാനിവിടെ കൊണ്ടുവന്ന് കിടത്തിയത്. ഇതിലൊക്കെ പണ്ടത്തെ ആചാരവും അനുഷ്ഠാനങ്ങളും പാലിക്കേണ്ട ആവശ്യമില്ല ഈ കാലഘട്ടത്തിൽ. മഹി ആൻസിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഷൈനിയെ പോലെ ഷൈനി മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതുപോലെ ഒരു ആൻസിയും വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. മഹി ആൻസിയെ സംശയിച്ചില്ല. കൂട്ടുകാരുടെ സംശയങ്ങൾ സംശയമായി നിലനിൽക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം അവരുടെ മഹിയേട്ടനും ആൻസിയും അടിപൊളിയായി ഒരു ആദ്യരാത്രി അങ്ങ് ആഘോഷിച്ചു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്